ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2021 മുതൽ കേരള PSC നടത്തി വരുന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ നോക്കുന്നത്. ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2026. 2026 ഫെബ്രുവരി 7 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇതിൽ ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അതിനുശേഷം മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, അതിനുശേഷം വരുന്നത് കുളച്ചൽ യുദ്ധം, അവസാനം വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നതാണ് ശരിയായ കാലഗണനാക്രമം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ എന്നത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ശരിയായ ജോഡിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ ശരിയാണ്. യോഗക്ഷേമ സഭ അയ്യൻകാളി തെറ്റായിട്ടുള്ള ജോഡിയാണ്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. തെറ്റായത് ഓപ്ഷൻ എ 1, 4 എന്നതാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. തെറ്റായ പ്രസ്താവനയാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവത് വിശേഷിപ്പിക്കപ്പെട്ടു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. തെറ്റാണ്. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2, 4. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. ശരിയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ബന്ധമില്ലാത്തത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. ഓപ്ഷൻ സി ശരിയായ ഉത്തരം. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ലൈഫ് വീക്ക്ലി സാവോ താവോ ഫെൻ ശരിയാണ്. ലോങ് മാർച്ച് സൺയാട്സൻ തെറ്റാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ശരിയാണ്. സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. തെറ്റ്. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. തെറ്റ്. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് 79ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമായിരുന്നു. ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3, 4 എന്നതാണ്. 2025 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ശരിയായ പ്രസ്താവനയാണ്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഭൗമ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന 2 മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം എന്നതാണ്. ഇന്ത്യയുടെ ഉത്തര പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകമാണ് പാങ്ഗോങ് സോ തടാകം. ഇന്ത്യയുടെ ഉത്തര പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം പാങ്ഗോങ് സോ തടാകമാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഡെറാഡൂൺ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്.
ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനലാണ് 10 ഡിഗ്രി ചാനൽ. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം സൊമാലിയയാണ്. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം സൊമാലിയ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ്. രാസവളങ്ങളും കീടനാശിനികളും ശരിയാണ്. ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരമില്ലാതായി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 and 2 ആണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ഉദാരവൽക്കരണം പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ ഉൾപ്പെടുന്നതാണ്. വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ ഉൾപ്പെടുന്നത് അല്ല. സ്വകാര്യവൽക്കരണം പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ ഉൾപ്പെടുന്നതാണ്. ആഗോളവൽക്കരണവും ഉൾപ്പെടുന്നതാണ്. പെടാത്തത് 2 മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2 മാത്രം എന്നതാണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ ഉൾപ്പെടുന്നവയാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. ശരിയാണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതും ശരിയാണ്. 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത് എന്നതാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 17ാമത്തെ ചോദ്യം. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? കറൻസി നോട്ട് അടിച്ചിറക്കുക ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ശരിയാണ്. നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നത് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തതാണ്. ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു. പെടാത്തത് 3 മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3 മാത്രം എന്നതാണ്. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളാണ് കറൻസി നോട്ട് അടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക് ആയി പ്രവർത്തിക്കുക, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും കേന്ദ്ര ബാങ്കിനെയാണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ ശരിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1 ശരിയാണ്. നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യറാണ് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലെ CEO. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അനുയോജ്യമല്ലാത്ത പ്രസ്താവനകളാണ്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും എന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ 2ഉം 3ഉം പ്രസ്താവനകളാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2 and 3 മാത്രം എന്നതാണ്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ജോലി ചെയ്യാനുള്ള അവകാശം ഉൾപ്പെടുന്നതല്ല. സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശവും മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശവും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങളല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ്. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട്
ശരിയല്ലാത്ത പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. ശരിയാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ശരിയായ ഉത്തരം. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ: ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? 356 വകുപ്പ് പ്രകാരം. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരമാണ്. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 300A. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 300A. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? 4Aയിലാണ്. മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഭാഗം 4Aയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ട്രേഡ് യൂണിയനുകളാണ്. തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ട്രേഡ് യൂണിയനുകൾ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആന. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീടു തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പു രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പു രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? വയോജനങ്ങളെ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം തുടങ്ങിയ പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? വയോജനങ്ങൾ. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയം. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി റൈനോ വൈറസ് ആണ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി റൈനോ വൈറസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഗൗട്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കമാണ് ഗൗട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് മലേറിയ രോഗം പരത്തുന്നത്. ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് മലേറിയ രോഗം പരത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിന ജലമാണ് ബ്ലാക്ക് വാട്ടർ. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും
മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ് ബ്ലാക്ക് വാട്ടർ. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷവും പാഴ്സെക്കുമാണ് തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 and 3 ആണ്. തന്നിരിക്കുന്നതിൽ നീളത്തിന്റെ യൂണിറ്റുകൾ പ്രകാശവർഷവും പാഴ്സെക്കുമാണ്. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? കേശികത്വമാണ്. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? കേശികത്വമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കളാണ് എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലുമാണ്. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? 1.0 × 10⁻³ m. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത 1.0 × 10⁻³ m ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗങ്ങളായത് ഏതൊക്കെയാണ്? Na+F- ഉം O2- Mg2+ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 and 3. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്ര. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? കേരള ലളിതകലാ അക്കാദമിയാണ്. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമിയാണ് കേരള ലളിതകലാ അക്കാദമി. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആണ്. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ്. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക
എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് മലയാളം മിഷൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് മലയാളം മിഷൻ. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്കും കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? 68. ഒരു ചതുരത്തിന്റെ വിസ്തീർണം 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 15.625ന്റെ ക്യൂബ് റൂട്ട് 5/2. x raised to a minus a raised to minus 1 the whole square 1/a minus 1 the whole square a/a plus 1 equal to x. ഒരു വാസ്തുശില്പഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. 13 അർദ്ധവൃത്തങ്ങൾ ചേർന്ന അത്തരം ഒരു വാസ്തുശില്പഘടനയുടെ ആകെ നീളം എത്ര? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 143 സെന്റിമീറ്റർ. r ഈക്വൽ ടു 18, റാറ്റ് ഈക്വൽ ടു 39 ആണെങ്കിൽ ക്യാപ് ഈക്വൽ ടു 20. a 512, e 216, ഡാഷ് m 8. വിട്ടുപോയത്ത ഭാഗത്ത് വരുന്നത് ഓപ്ഷൻ സി I 64 എന്നതാണ്. 30/9/2017 മുതൽ 5 വർഷവും 5 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതിയാണ് 5/3/2023. ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചി 1.5 സെന്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിന്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 4.71 സെന്റിമീറ്റർ. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുൻപ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? 40ഉം 8ഉം. The treasure was buried dash an old oak tree. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, beneath. The treasure was buried beneath an old oak tree. Few people understood. Did they? Few people understood. Did they? He dashed the documents before signing. He looked over the documents before signing. He made a dash talking to his friend loudly during the ceremony. ഓപ്ഷൻ ബി ആണ്, ഫോക്സ് പാസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. He made a fox pass talking to his friend loudly during the ceremony. The teacher made them write an essay. Can be reframed as they were made to write an essay. Between you and dash, this plan might fail. Between you and me, this plan might fail. You dash understood it better if you had listened carefully. You would have understood it better if you had listened carefully. He bought dash toy for his son. He bought a UFO toy for his son. The bikers had a moonlit dash by the riverside. The bikers had a moonlit rendezvous by the riverside. That designer dress cost her an arm and a leg means the dress is extremely costly. That designer dress cost her an arm and a leg. An arm and a leg means the dress is extremely costly. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് വിഡ്ഢിത്തം എന്ന് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നത് പോലെയാണ്. വില്ല് എന്നർത്ഥം വരാത്ത പദം. വില്ല് എന്നർത്ഥം വരാത്ത പദം ഓപ്ഷൻ സി അമ്പാണ്. ചാപം, കാർമുകം, കോദണ്ഡം ഇവയെല്ലാം വില്ല് എന്ന് അർത്ഥം വരുന്ന പദങ്ങളാണ്. ചാപം, കാർമുകം, കോദണ്ഡം എന്നിവയൊക്കെ വില്ലിന്റെ പര്യായ പദങ്ങളാണ്. ഉദാരൻ എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദമാണ് കൃപണൻ. ഉദാരൻ എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്ന പദമാണ് കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരുമ്പറ, പെരും പ്ലസ് പറയാണ് പെരുമ്പറ. പെരും പ്ലസ് പറ, പെരുമ്പറ.
കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദമാണ് കർത്തൃ. കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കിയാൽ അഞ്ചോ ആറോ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കിയാൽ അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? സൂചിപ്പിക്കാത്തത് ഓപ്ഷൻ ഡി, സന്തോഷിപ്പിക്കുക എന്നതാണ്. വയറ്റത്തടിക്കുക എന്നാൽ ഗതിമുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക എന്നീ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. പുത്രന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദമാണ് സ്നുഷ. പുത്രന്റെ ഭാര്യയാണ് സ്നുഷ. പുത്രന്റെ ഭാര്യ സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഉന്മൂലനം ചെയ്യുക എന്നതാണ് ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ. ടു റൂട്ട് ഔട്ട്, ഉന്മൂലനം ചെയ്യുക. കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്. ശരിയായ പ്രസ്താവനയാണ്. അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കൈവശം വയ്ക്കാവുന്നതാണ്. ശരിയാണ്. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 23 വയസ്സാണ്. ശരിയാണ്. കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ നിയമമാണ് കേരള അബ്കാരി ആക്ട് എന്നത് തെറ്റാണ്. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം ശരിയാണ്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി മിഷൻ. ശരിയാണ്. വിമുക്തി മിഷന്റെ ചെയർമാൻ കേരള എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. തെറ്റായ പ്രസ്താവന. വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. ശരിയാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും തിരികെ കൊണ്ടുവരിക, നവതലമുറ ലഹരിക്കണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി മിഷൻ. ശരിയായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് 1, 3, 4 ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 മാത്രം ശരി. കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശരിയായ ഉത്തരമാണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശരിയാണ്. മന്നം ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ശ്രീനാരായണ ഗുരു സമാധി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ് എന്ന പ്രസ്താവനയും ശരിയാണ്. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കേരള ഗവൺമെന്റ് 1985 പാസാക്കിയ നിയമമാണ് NDPS ആക്ട് 1985. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നേടിയ അനധികൃത സമ്പത്ത് കണ്ടുകെട്ടുന്നതിനുള്ള അധികാരം മേൽ നിയമത്തിലുണ്ട് എന്നത് ശരിയായ പ്രസ്താവനയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മേൽ നിയമപ്രകാരം കുറ്റകരമാണ്. ശരിയാണ്. വധശിക്ഷ നൽകാവുന്ന വകുപ്പുകൾ മേൽ നിയമപ്രകാരം നിലവിലുണ്ട്. ഇതും ശരിയാണ്. ശരിയായിട്ടുള്ളത് 2, 3, 4 പ്രസ്താവനകളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം ശരി. NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പോലീസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. പ്രസ്താവന ശരിയാണ്. എക്സൈസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. ഇതും ശരിയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ് എന്നത് ശരിയായ പ്രസ്താവനയാണ്. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം ശരി എന്നതാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിസ്റ്റിലറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം നേരിട്ട് KSBCയുടെ FL1 ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണ്. തെറ്റായ പ്രസ്താവന. ഡിസ്റ്റിലറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം നേരിട്ട് FL3 ബാർ ഹോട്ടലുകളിൽ എത്തിക്കാവുന്നതാണ് എന്നതും തെറ്റായ പ്രസ്താവനയാണ്. ഡിസ്റ്റിലറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം നേരിട്ട് KSBCയുടെ FL9 ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണ് എന്നത് ശരിയായ പ്രസ്താവനയാണ്.
ഡിസ്റ്റിലറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം അവിടെ തന്നെ മിതമായ അളവിൽ ചില്ലറ വിൽപ്പന നടത്താവുന്നതാണ് എന്നതും തെറ്റായ പ്രസ്താവനയാണ്. ഇവിടെ 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം ശരി എന്നതാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസിന് വെളുത്ത നിറമാണ്. തെറ്റായ പ്രസ്താവന. സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസിന് കടുത്ത പച്ച നിറമാണ്. തെറ്റായ പ്രസ്താവന. സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസിന് ഇരുണ്ട തവിട്ട് നിറമാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ശരി എന്നതാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസിന് ഇരുണ്ട തവിട്ട് നിറമാണ്. 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് മെത്തനോൾ ചേർക്കാറുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് ബെൻസീൻ ചേർക്കാറുണ്ട് എന്നതും ശരിയായ പ്രസ്താവനയാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് പൈരിഡിൻ ചേർക്കാറുണ്ട്. അതും ശരിയാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് അസറ്റോൺ ചേർക്കാറുണ്ട്. മേൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവനകൾ ഏവ? പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. ശരിയാണ്. 21 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. ശരിയാണ്. 21 വയസ്സ് മാത്രമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. ശരിയാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. മേൽ പ്രസ്താവനകളെല്ലാം ശരിയാണ് എന്നതാണ്. കേരളത്തിൽ വിൽക്കുന്ന ബിയറിന്റെയും വൈനിന്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം 0% മുതൽ 6% വരെയും 8% മുതൽ 15.5% വരെയും. കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് 65 ഡിഗ്രി പി ആൻഡ് 3 ലിറ്റർ. പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടോഡി ഷോപ്പുകളും FL1 ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം രാവിലെ 8 മണി മുതൽ രാത്രി 10 വരെയും രാവിലെ 9 മുതൽ രാത്രി 11 വരെയും. സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന COTP നിയമത്തിലെ വകുപ്പ് 7. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 6B പ്രകാരം. ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? സംസ്ഥാന പട്ടികയിൽ. വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര്? എക്സൈസ് അഡീഷണൽ കമ്മീഷണറാണ്. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? നശാമുക്ത് ഭാരത്. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണമാണ് നശാമുക്ത് ഭാരത്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം എന്താണ്? അറിവും ഉദ്ദേശവും. നോളജ് ആൻഡ് ഇന്റൻഷൻ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാണ്? IT ആക്ട് ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ.